അപ്പം ഈ അച്ഛൻ മരിച്ച് കഴിഞ്ഞിട്ടും ഇദ്ദേഹം മൂപ്പൻ്റെ അടുത്ത് പോകുമായിരുന്നു. അത് ഈ കിണറ്റിനകത്തോട്ട് ഇറങ്ങി പോകുന്നതേ ആളുകൾ കാണത്തുണ്ടായിരുന്നുള്ളൂ. തിരിച്ചും അവിടെ തന്നെ കിണറ്റിൽ നിന്ന് കയറി വരുന്നേ കാണത്തുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ അത് എങ്ങനെ പോകുന്നു, എതിലേ പോകുന്നു, ഈ ഭൂമിയിൽ ഈ ഇത് കിണറ്റിനകത്തോട്ട് ഇറങ്ങും, പിന്നെ ആളെ കാണില്ല. കിണറിൻ്റെ അടുത്ത് പോയി നിൽക്കും, പിന്നെ ആളിനെ കാണില്ല. വെള്ളമുള്ള കിണറാണ്. അപ്പം തിരിച്ചു വരുന്നതും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അല്ലാതെ നടന്നു പോകുന്നതോ അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒരു ശീലമൊന്നും ആരും കണ്ടിട്ടില്ല. അപ്പം ഇതിനകത്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പഠിത്തവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. എൻ്റെ അച്ഛനും എൻ്റെ വല്യപ്പനും മുത്തച്ഛന്മാരും ഒക്കെ പണ്ട് കാലം തൊട്ടേ ഈ മാന്ത്രികം ചെയ്യുന്ന ആളുകളാണ്, വൈദ്യന്മാരായിരുന്നു. അപ്പം അങ്ങനെയുള്ള വാസ്തു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരുന്നു. അപ്പം ഇതിനകത്ത് എനിക്ക് കിട്ടിയത് എൻ്റെ അപ്പൻ്റെ വഴിക്കാണ് എനിക്ക് ഇതിൻ്റെ പാരമ്പര്യം കിട്ടിയത്. ഞാനൊരു 18 വയസ്സ് തൊട്ട് ഒറ്റയ്ക്ക് ഞാനിപ്പോൾ അവിടെ പോയി കർമ്മം ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരുടെ കാര്യങ്ങൾ ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ബാധാദോഷങ്ങൾ ഞാൻ അവിടെ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മൾ എല്ലാം നമ്മൾ സങ്കല്പിക്കുന്നതും ഒതുക്കുന്നതും അടക്കം ചെയ്യുന്നതും ഈ കിണറ്റിലാണ്. അപ്പോൾ അവിടെ നമ്മൾ കോഴി വെട്ടി ആട് വെട്ടിയുള്ള കർമ്മങ്ങളൊക്കെ, ബലികർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നാൽ, അങ്ങനെ വലിയ കേസുകളൊക്കെ ആണെങ്കിൽ ചെയ്യേണ്ടി വന്നാൽ നമ്മൾ അതും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് കടമറ്റമായിട്ടുള്ളൊരു ബന്ധം. താങ്കൾ ഇത്രയും പാരമ്പര്യമായിട്ട് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പം അച്ഛൻ ചെയ്തിരുന്ന അല്ലെങ്കിൽ പൂർവികർ ചെയ്തിരുന്ന അതേ രീതി തന്നെയാണ് ഇപ്പോഴും അനുവർത്തിച്ചു പോകുന്നത്. അതേ രീതി തന്നെ. അതിൽ വ്യത്യാസങ്ങളുണ്ടെന്ന് പറയാൻ വേണ്ടി എനിക്ക് വേറെ അല്ലാതെ ആശാന്മാരുണ്ട്. അതിനകത്ത് എന്തെങ്കിലും നമ്മൾ ഇപ്പം ഈ രീതിയിലല്ലാതെ നമുക്ക് ചെറിയ രീതിയിലുള്ള കാര്യം, വലിയ രീതിയിൽ ചെയ്യേണ്ടതെല്ലാം എൻ്റെ പാരമ്പര്യം വെച്ചാൽ ഞാൻ ചെയ്യാറുള്ളൂ. വലിയ കേസുകളെല്ലാം. ചെറിയ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എൻ്റെ ആശാന്മാരുടെ എനിക്ക് കിട്ടിയിരിക്കുന്ന പഠിപ്പും അറിവും വെച്ച് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഞാൻ കളഞ്ഞിട്ടില്ല. ഈ കത്തനാർ അച്ഛൻ്റെ സേവ അല്ലെങ്കിൽ ഉപാസന എന്നൊക്കെ പറയുമല്ലോ, മൂർത്തികൾ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം അവയുടെയൊക്കെ ഒരു പ്രത്യേകത അപ്പം കണ്ടിട്ടുള്ളത് എന്താണ്? ഇപ്പം ഊരാളികൾ അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടിയതാണ്, പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. അപ്പം അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ശക്തി, അപ്പം താങ്കൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലായിട്ടുള്ള ആ ഒരു വ്യത്യാസം എന്താണ്? ഈ ഇതിനകത്ത്, ഈ കിണറിനകത്ത് അല്ലെങ്കിൽ ഈ പാതാളം എന്ന് പറയുന്നതിനകത്ത് പാതാള ജിന്നുകളുണ്ട്, പാതാള കാപ്പിരികളുണ്ട്. ഇതൊക്കെ മുസ്ലിം ബാധകളാണ്. അപ്പം ഇതുണ്ട്. ഹിന്ദുപരമായിട്ടുള്ള രീതിയിലുള്ള മൂർത്തികളും അവിടെയുണ്ട്. പാതാള ഭൈരവി, പാതാള ഭദ്രകാളി. ഈ പാതാള ഭദ്രകാളിക്കും ഭൈരവിക്കും ഒക്കെയാണ് നമ്മൾ ഈ കോഴിയും ആടും ഒക്കെ വെട്ടുന്നത്. അപ്പോൾ ഈ കിണറിന് ചുറ്റുമാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. അവിടുത്തെ കർമ്മങ്ങളുടെ മെയിനായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ 5 കൂട്ടം ഫ്രൂട്ട്സ്, 5 കൂട്ടം പലഹാരം. ഇതാണ് അവിടുത്തെ മെയിനായിട്ട്. മധുരപലഹാരങ്ങളാണ്. മധുരപലഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചിപ്സ് പോലുള്ള സാധനങ്ങൾ, ചിപ്സ്, ചക്ക വറുത്തത്, പപ്പട പോളി, അങ്ങനെയുള്ള സാധനങ്ങൾ, പലഹാരങ്ങൾ 5 കൂട്ടം. അതെന്തും ആകാം, ബേക്കറി ഐറ്റം എന്തും. 5 കൂട്ടം പലഹാരങ്ങളും 5 കൂട്ടം ഫ്രൂട്ട്സുമാണ് അവിടുത്തെ മെയിനായിട്ടുള്ള കർമ്മങ്ങൾ. പിന്നെ മദ്യം വെക്കുന്നുണ്ട്, മുറുക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിനകത്ത് ചെയ്യുന്നതെന്നു വെച്ചെന്നാൽ കോഴി, അവിടെ 2 കർമ്മമാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് വലിയ കേസിനൊക്കെ. അല്ലെങ്കിൽ നമ്മൾ ഈ 5 കൂട്ടം ഫ്രൂട്ട്സും 5 കൂട്ടം പലഹാരവും ചെയ്ത് മദ്യം വെച്ചാൽ മതി, ന്യായമായിട്ടുള്ളൊരു ചെറിയ കേസൊക്കെ ആണെങ്കിൽ. അതല്ലാതെ വലിയ കേസാണ്, നമ്മൾ ചോര കൊടുക്കേണ്ട അല്ലെങ്കിൽ ബലി കൊടുക്കേണ്ട ഒരു സംവിധാനം ആണെങ്കിൽ ചിലപ്പോഴാണെങ്കിൽ ഒരു മുട്ട പൊട്ടിച്ചാൽ മതി. മുട്ടയ്ക്കും മേളിലുള്ള കേസാണെങ്കിൽ നമ്മൾ കോഴി വെട്ടണം. അതുക്കും മേളിലുള്ള കേസാണ് നമ്മൾ ആട് വെട്ടണം. അപ്പം ഈ ആടിനെയോ കോഴിയോ നമ്മൾ ബലി കൊടുത്തിട്ട് ആ ചോര ഈ കിണറ്റിലേക്ക് വീഴ്ചയാണ് നമ്മൾ ആ പാതാളത്തിലുള്ള മൂർത്തികളെ നമ്മൾ തൃപ്തിപ്പെടുത്തുകയാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നത്. അപ്പം അതുകൂടാതെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആടാണെങ്കിൽ ആട്, കോഴിയാണ് കോഴി, ഇത് നമ്മൾ അവിടെ വെച്ച് തന്നെ കറി വെക്കണം. കറി വെച്ചിട്ട് കള്ളപ്പവും കോഴിയും കൂടെ അച്ഛന് വേണ്ടി വേറെ വിളമ്പണം. അങ്ങനെ രണ്ടാമതൊരു കർമ്മം കൂടെ ഉണ്ട് അച്ഛന് വേണ്ടി. അങ്ങനെ 2 കർമ്മമാണ്, വേറെ എങ്ങും ഇല്ല. അങ്ങനെ 2 കർമ്മം. അച്ഛനാണെങ്കിലും ഇതുപോലെ കൊടുക്കണം. അച്ഛനാണ് ഈ 2ാമത്തെ കർമ്മം. അച്ഛന് വേണ്ടിയുള്ളതാണ് ഈ 2ാമത്തെ കർമ്മം. ആദ്യത്തെ കർമ്മം മൂർത്തികൾക്കുള്ളതാണ്, നമ്മൾ ഈ ചെയ്യുന്നത് മൂർത്തികൾക്കുള്ള. 2ാമത് ഈ കോഴി കറി വെച്ചിട്ട് അവിടെ തന്നെ വെച്ച് കറി വെക്കണം. അവിടെ തന്നെ വെച്ച് കറി വെച്ചിട്ട് അവിടെ നമ്മൾ ഇലയിൽ ഈ കള്ളപ്പം നമ്മൾ ഒന്നെങ്കിൽ ചുട്ടുകൊണ്ട് പോകും. പണ്ടൊക്കെ അവിടെ ഇട്ട് തന്നെ ചുടുമായിരുന്നു. ഇവിടെ മാവരച്ച് കൊണ്ടുപോകത്തുള്ളൂ. അവിടെ തന്നെ ഇട്ട് ചുട്ട് അവിടെ നമ്മൾ ഈ കള്ളപ്പവും ഈ കോഴിക്കറിയും കൂടെ കൂട്ടി നമ്മൾ
അവിടെ നമ്മൾ സെപ്പറേറ്റ് രണ്ടാമത് അച്ഛന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഇല വെച്ച് വിളമ്പേണ്ടതുണ്ട്. അങ്ങനെ വിളമ്പി കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ അത് ഭക്ഷണമായിട്ട് അല്ലെങ്കിൽ അവിടെ കാണാതായി ഭക്ഷണമായിട്ട് തന്നെ ഇരിക്കും. അത് നമ്മൾ എന്ത് കർമ്മം ചെയ്താലും ഭക്ഷണമായിട്ട് തന്നെ ഇരിക്കും. പക്ഷേ ഈ ഭക്ഷണത്തിന് ടേസ്റ്റ് കുറയും. ടേസ്റ്റ് കുറയും. അതായത് നമ്മൾ ആ വെക്കുന്ന ടേസ്റ്റോ അല്ലെങ്കിൽ ആ വെക്കുന്ന മണമോ ഒന്നും ഉണ്ടാകത്തില്ല. അല്ല, നമ്മൾ കഴിക്കണം. നമ്മൾ ഈ വെച്ചതെല്ലാം കഴിക്കണം, മദ്യവും കഴിക്കണം. നമ്മൾ ഇത് വെക്കുന്നത് പ്രസാദമാണ്. നമ്മളിപ്പോൾ അമ്പലത്തിൽ കൊണ്ട് ചെയ്താലും പള്ളിയിൽ കൊണ്ട് ചെയ്താലും ഇത് വഴിസൈഡിൽ ചെയ്താലും കടറിൻ്റെ അടുത്ത് ചെയ്താലും പ്രസാദമാണ്. നമ്മൾ കഴിക്കണം. നമ്മൾ കഴിക്കാന്ന് പറഞ്ഞാൽ കൊടുത്തവരും കഴിക്കണം, കൊടുക്കുന്നവനും കഴിക്കണം, കൊടുപ്പിച്ചവനും കഴിക്കണം, അവിടെ നിൽക്കുന്നവരും കഴിക്കണം, അവിടെ ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ അവർക്കും കൊടുക്കണം. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്, നമ്മൾ കഴിക്കാതിരുന്നാൽ നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് വിഷമായി അല്ലേ? അല്ലെ, നമ്മൾ വിഷം കൊടുത്ത പോലെ ആവും. അവർക്ക് മാത്രം കൊടുക്കും, നമ്മൾ കഴിക്കാതെ അത് നമ്മൾ വിഷം കൊടുക്കും. അപ്പം അങ്ങനെയല്ല, നമ്മളൊരു കർമ്മം ചെയ്താലും നമുക്ക് കർമ്മം കഴിഞ്ഞാൽ അത് പിന്നെ അതൊരു എന്താ പറയുക പ്രസാദമാണ്, നമ്മളെല്ലാവരും കഴിക്കണം. അപ്പം ഈ കള്ളു കുടിച്ച് അവിടെ പൂസാകുക എന്നുള്ളതല്ല, നമ്മൾ തൊട്ട് നാക്കയിലെങ്കിലും വെക്കണം. മദ്യം വെക്കുന്നത് അങ്ങനെയുള്ള മൂർത്തികൾക്ക് വേണ്ടിയാണെങ്കിലും നമ്മൾ തൊട്ട് നാക്കേ വെക്കെങ്കിലും ചെയ്യണം. അതൊരു കൊച്ചുകുട്ടിയാണെങ്കിലും കർമ്മത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഭാഗമൊക്കെ ആകണം, അവിടെ നിൽക്കുന്നവരടക്കം. ചിലരൊന്നും പേടിച്ചിട്ട് കഴിക്കില്ല, അയ്യോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ദോഷം ഉണ്ടാവും. കള്ളപ്പവും ചിക്കൻ കറിയും ഒക്കെ കഴിക്കാനായിട്ടേ ഒരു ഭയം കാണും. അതെ, ഭയമുണ്ട്. കാരണം ഒന്നാമത് അവിടെ വെട്ടിയ കോഴിയാണ്, അവിടെ തന്നെ അതും കാണത്തില്ല. കാരണം വെച്ചാൽ കർമ്മം നമ്മൾ ഒരാൾക്കെന്നല്ല ഒരു മൂർത്തിക്ക് നമ്മളൊരു കർമ്മം കൊടുക്കുന്നുണ്ടെങ്കിൽ വിളിച്ച് താത്താണ് നമ്മൾ കർമ്മം കൊടുക്കേണ്ടത്, വിളിച്ച് വരുത്തിയച്ച കർമ്മം കൊടുക്കേണ്ടത്. ഇപ്പം ഞാനൊരു മൂർത്തിക്ക് ഒരു കർമ്മം കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കടമറ്റത്താണേലും കൊള്ളാം, കാഞ്ഞിരമറ്റാണേലും കൊള്ളാം, ഇപ്പോൾ ഭീമാപ്പള്ളി ആണെങ്കിലും കൊള്ളാം, ഏർവാടി ആണെങ്കിലും കൊള്ളാം, ഈ ഏറ്റുവനമ്പലാണെങ്കിലും വൈക്കത്തമ്പലാണെങ്കിലും ആരാണെങ്കിലും നമ്മളൊരു കർമ്മം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കൊടുങ്ങല്ലൂർ പറയങ്കാവോ ഒള്ളിയങ്കാവോ എവിടെ വേണമെങ്കിലും ആകാം, ബട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആൾ വന്ന് ആ വിളിക്കുന്ന മൂർത്തി വന്ന് എൻ്റെ ശരീരത്ത് താന്നാൽ, എൻ്റെ ശരീരത്തെ അടിച്ചാൽ മാത്രമേ അവർക്ക് കർമ്മം കൊടുക്കത്തുള്ളൂ. അല്ല, അനുഭവപ്പെടും, നമുക്ക് ഫീൽ ചെയ്യും. അതെ, എനിക്ക് ഇങ്ങനെ ഓർത്താൽ, അതായത് ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടമാനം ഓർക്കോ ചെയ്യുന്നത് അന്നേരം ശരീരത്തിൽ അടിക്കൽ വരും. അങ്ങനെ ഒരു വരുന്നത് ആരാണെന്ന് നമുക്കറിയാം, അറിയാൻ പറ്റും. ഇപ്പം ഞാൻ ഈ അച്ഛനക്കും മേലെയാണ് ഞാൻ ഈ മൂപ്പനെ കാണുന്നത്. അച്ഛൻ്റെ ഗുരുവാണ്, മനസ്സിലായി? ഈ ആദിവാസി മൂപ്പൻ, ഊരാളി മൂപ്പൻ. അച്ഛനക്കും മേലെയാണ്, അച്ഛൻ്റെ ഗുരുവല്ലേ. അപ്പം അച്ഛൻ്റെ ഗുരു ആയതുകൊണ്ട് ഞാൻ ആ ഗുരുവിനെയാണ് ഞാൻ ആദ്യം പ്രീതിപ്പെടുത്തുന്നത്. കടമറ്റത്ത് ഗുരുവാണ് ഏറ്റവും വലിയ, അദ്ദേഹത്തിന് മേളിൽ അന്നേരത്ത് അവിടെ ആ ഒരു കടമറ്റം നമ്മൾ വിളിക്കുമ്പോൾ ആ ഗുരുനാഥനാണ് അതിൻ്റെ മെയിൻ ആള്. അതായത് അച്ഛനും ഈ ഗുരുനാഥനും കൂടി, ഗുരുനാഥൻ ആദ്യം ഇല വെച്ചിട്ട് ഞാൻ അച്ഛൻ ഇല വെക്കത്തുള്ളൂ കർമ്മം ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ വേറെ 12 ഇല വേറെ അതിൻ്റെ താഴെ വെക്കും. അത് 12 കാപ്പിരികൾ എന്ന് പറയുന്ന 12 കാപ്പിരികളും കാപ്പിരികൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂർത്തിഭാവത്തിൽ തന്നെ ഉള്ളവർ തന്നെയാണ് ഈ 12. മതപരമായിട്ട് പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പാതാള കാപ്പിരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പിരികളും ജിന്നുകളും ഈ മുസ്ലിം വേദവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമാണ് കാപ്പിരികളും ജിന്നുകളും. അപ്പം അവിടെ ഇല്ലാത്തതൊന്നുമില്ല, കടമറ്റത്ത് ഇല്ലാത്തതെന്ന് പറയാനൊന്നുമില്ല. കാരണം എല്ലാ മൂർത്തികളും ഉണ്ട് അവിടെ, എല്ലാ മൂർത്തിഭാവങ്ങളും ഉണ്ട്. കാരണം എന്ന് വെച്ചെന്നാൽ ഇത് വനത്തിലെ പഠിത്തം, അതായത് ആദിവാസി പഠിത്തമായതുകൊണ്ട് അവിടെ എല്ലാം ഉണ്ട്. അവിടെ വിളിച്ചാൽ എല്ലാവരും വരും. ഓരോ മൂർത്തിക്കും ഓരോ ശക്തിയാണ് അല്ലേ, ഓരോ രീതിയിലാണ് അവർക്ക് കൊടുക്കേണ്ടത്. അതെ, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കർമ്മങ്ങളും ഉണ്ട്, സേവയും കർമ്മങ്ങളെല്ലാം വ്യത്യാസം ഉണ്ട്, എല്ലാവർക്കും വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ഇപ്പം ഒരു മൂർത്തിയെ വിളിക്കുമ്പോൾ ഇപ്പം ഓരോ പ്രശ്നങ്ങൾക്കാണല്ലോ നമ്മൾ അത് പരിഹരിക്കാനാണ് വിളിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ പ്രശ്നം അനുസരിച്ചാണോ, ആ വ്യക്തി ആവശ്യപ്പെടുന്ന അനുസരിച്ചാണോ, അതെങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്? നമ്മളിപ്പോൾ അങ്ങനെയല്ല. എന്നെ തേടി ഒരാൾ വരുന്നത് ഞാൻ അയാളോട് കാര്യങ്ങളൊന്നും ചോദിക്കത്തില്ല, ഒന്നും ചോദിക്കത്തില്ല. അയാൾ വന്നിരിക്കുന്ന കാര്യം നമ്മൾ അങ്ങോട്ട് പറയും, അതാണ് നമ്മുടെ ശീലം. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ചോദിക്കും, എന്താണ് ആവശ്യം, വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ ഇത് കാര്യങ്ങൾ അറിയാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളുടെ കാര്യങ്ങൾ പറയും. അതല്ല, എനിക്ക് ഇന്ന ആവശ്യം, എൻ്റെ മകളുടെ കല്യാണം നടക്കുന്നില്ല, അതല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീട് വഴി നടക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വീട് വഴി പകുതി വഴിക്ക് നിന്ന് പോയിരിക്കുകയാണ്,
അതല്ലെങ്കിൽ എൻ്റെ മകളെ കല്യാണം കഴിച്ച് വിട്ടിട്ട് അവർ തല്ലിപ്പിരിഞ്ഞ് നിൽക്കുക, അപ്പം അവരെ കൂട്ടിച്ചേർത്ത് കൊടുക്കണം. അതല്ലെങ്കിൽ മകൾക്ക് കല്യാണം നടന്നിട്ടില്ല, നടത്തി കൊടുക്കണം. അവരുടെ പെരപണി നടന്നിട്ടില്ല, നടത്തി കൊടുക്കണം. ഒരു വസ്തു കച്ചവടം നടന്നിട്ടില്ല, അത് നടത്തി കൊടുക്കണം. ചിലപ്പോൾ അവർക്ക് അവരുടെ കടപ്പാടം വിറ്റെങ്കിലേ അവർക്ക് കടബാധ്യത തീരത്തുള്ളായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് കേസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ താങ്കളുടെ യുക്തിക്കനുസരിച്ച് താങ്കൾക്ക് അങ്ങനെയല്ല, നമ്മൾ ആദ്യം വന്നിരിക്കുന്ന ആളുടെ പ്രശ്നം നമ്മൾ നോക്കും. ഈ പെണ്ണിൻ്റെ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കല്യാണം എന്തുകൊണ്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ ഈ വീടിൻ്റെ പണി എന്തുകൊണ്ട് തീരുന്നില്ല, നമ്മൾ ആദ്യം അതാണ് നോക്കുന്നത്. എന്തുകൊണ്ട്, എവിടെയാണ് തടസ്സം, എന്തുകൊണ്ടാണ് ഇത് നടക്കാത്തത്, എന്തുകൊണ്ടാണ്? പലരും ആ പെണ്ണിനെ ആളുകൾ വന്ന് കാണുന്നുണ്ടായിരിക്കും, വാക്ക് പറയുന്നുണ്ടായിരിക്കും, വാക്ക് ഉറപ്പിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നടക്കുന്നില്ല, കല്യാണം നടക്കില്ല. അപ്പം അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതായത് നമ്മളൊരു രോഗം അറിയാതെ ചികിത്സിക്കാൻ പാടില്ല. രോഗത്തിന് എന്തായാലും ആദ്യം നമ്മൾ പഠിക്കും. അപ്പം നമ്മൾ പറയും ഇന്ന കാരണങ്ങൾ കൊണ്ടാണ്. അത് അവർക്കും മനസ്സിലാവും. നമ്മൾ കാരണങ്ങൾ പറയുമ്പോൾ ഇന്ന കാരണങ്ങളുണ്ടോ, ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടെന്ന് അവരും പറയും. കൂടുതലായിട്ടും അങ്ങനെ ഏത് പ്രശ്നമാണ് കണ്ടിട്ടുള്ളത്? അങ്ങനെ നടക്കാണ്ടാവുന്നതിന് എന്തായിരിക്കും കൂടുതലായിട്ട് അവർക്ക് അനുഭവയോഗ്യമായി അല്ലെങ്കിൽ തോന്നിയിട്ടുള്ളത് എന്തായിരിക്കും? തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കർമ്മദോഷമാണ് മെയിനായിട്ടുള്ളത്. അതിപ്പം നമ്മുടെ പിതാക്കന്മാരാണെങ്കിലും അവർ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്താലേ മക്കൾ നല്ലത് അനുഭവിക്കത്തുള്ളൂ. അല്ലാതെ നമ്മളിപ്പം ഒരാൾ എന്തെങ്കിലും കൊള്ളരായാലും മുഴുവൻ കാണിച്ചു വെച്ച് എൻ്റെ മക്കളെല്ലാം നന്നായിട്ട് ജീവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല. കാരണം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളുടെ മോശക്കേടേ നമുക്ക് വരത്തുള്ളൂ. ഇപ്പം മരിച്ചു പോയിട്ടുള്ള വല്യപ്പന്മാരോ അപ്പൂപ്പന്മാരോ അല്ലെങ്കിൽ അമ്മൂമ്മമാരോ അവരൊക്കെ ചെയ്ത് കൊള്ളരുതായ്മ കൊണ്ടാകാം, അതായത് കർമ്മഫലം. ഈ കർമ്മഫലം കൊണ്ടും നടക്കാതെ വരാം. അതല്ലാതെ ചിലർ ഈ അയൽവക്കംകാരോ അല്ലെങ്കിൽ സ്വന്തക്കാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ അവരുടെ കുശുമ്പുള്ളവരുണ്ടല്ലോ, ആഭിചാരം ചെയ്യാന്ന്. അപ്പോൾ കുശുമ്പുള്ളവർ ഇതിലേക്ക് ഇറങ്ങി തിരിച്ച് എന്നെ പോലുള്ളവരെ കണ്ടിട്ട് അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി നോക്കും. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഈ നെഗറ്റീവ് അടിക്കുന്ന ഒരു കേസും ഞാൻ ചെയ്യാറില്ല. നമ്മളിപ്പോൾ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ, ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രേതബാധ എന്നുള്ളതല്ല ബാധിക്കുക എന്ന് പറയുന്നത്. ഒരാൾക്കൊരു അസുഖം ബാധിക്കുക, ഒരു സാമ്പത്തിക മാന്ദ്യം ബാധിക്കുക, ദാമ്പത്യമായിട്ട് മാന്ദ്യം ബാധിക്കുക. അപ്പോൾ ഈ ബാധിക്കുന്ന എന്താണെന്ന് പറഞ്ഞാലും അത് ബാധ തന്നെയാണ്. അത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ, ഒന്നുകിൽ കണ്ണേറായിരിക്കാം, അല്ലെങ്കിൽ നാവേറായിരിക്കാം, അല്ലെങ്കിൽ ചെയ്ത്തുദോഷമായിരിക്കാം. ഇനി ഇതൊന്നുമല്ല. ഇപ്പോൾ കടമറ്റത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞില്ലേ, കടമറ്റത്ത് നമുക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞിന് എന്തെങ്കിലും വയ്യാഴി വന്നു, അല്ലെങ്കിൽ ആ കുഞ്ഞ് ഓടി കളിക്കുമ്പോഴത്തേക്കും ഒന്ന് വീണു, പെട്ടെന്ന് അവൻ്റെ നെറ്റി പൊട്ടുമോ തല പൊട്ടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈയൊടിയോ കാലൊടിയോ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും ഒരു അസുഖം വന്നു, നമ്മൾ പെട്ടെന്ന് കടമറ്റം നമുക്കതുപോലെ വിശ്വാസമാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് പറയും, എൻ്റെ കടമറ്റത്തച്ഛാ ഞാൻ അങ്ങോട്ട് കൊച്ചിനെ അങ്ങോട്ട് വന്നേക്കാം, ഒരു കൂടി മെഴുതിരി കത്തിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു മെഴുതിരി കത്തിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു പൈസ ഇട്ടേക്കാം, ഒരു നേർച്ച ഇട്ടേക്കാം എന്ന് പറഞ്ഞാലും മതി. ഈ കുട്ടി വലുതാകുമ്പോൾ ഈ കുട്ടിയുടെ കല്യാണം നടക്കത്തില്ല. ഇനി അഥവാ ഈ കുട്ടിയുടെ കല്യാണം നടന്നാൽ ഇത് തല്ലിപ്പിരിഞ്ഞു പോകും, കുടുംബജീവിതം ശാശ്വതമാകത്തില്ല. കൊടുക്കാനുള്ളത് ഈ ഒരു മെഴുകുതിരിയാണ്, ഈ ഒരു മെഴുകുതിരിയാണ് കൊടുക്കാനുള്ളത്. അപ്പം അതുകൊണ്ടാണ് നമ്മളെ സമീപിച്ചൊരാൾ വന്നാൽ അയാളുടെ രോഗം എന്താണെന്ന് ആദ്യം നമ്മൾ പരിശോധിക്കുക. ആ രോഗം പരിശോധിച്ചിട്ട് ഈ കടമറ്റത്ത് ഈ ഒരു തിരി കൊടുത്താൽ തീരുന്ന കേസുള്ളായിരിക്കും. അപ്പം അതുകൊണ്ട് കൊടുക്കുക, കാര്യം തീർന്നു, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്ത്തുദോഷമാണെങ്കിൽ അത് നമ്മൾ ചെയ്ത് മാറ്റണം. മറ്റുള്ളവരാരെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത്തുദോഷമാണെങ്കിൽ അത് ചെയ്ത് മാറ്റണം. അപ്പം അങ്ങനെയാണ് ഈ കല്യാണ കേസ് കേട്ട് നടക്കാതെ വരുന്നത്. പിന്നെ ഈ ചെറുപ്പത്തിൽ, അതായത് നമ്മളൊരു ടീനേജ് ആകുന്ന ഒരു സമയമുണ്ടല്ലോ, ഈ സമയത്താണ് ഈ പ്രേതാത്മാക്കൾ കൂടുതലും നമ്മളെ സമീപിക്കുന്നത്. അതായത് ഒരു കിളവനെ ഒന്നും കൗമാരപ്രായം. ഈ കൗമാരപ്രായത്തിലാണ് നമ്മുടെ അടുത്ത് ഈ ഇങ്ങനെയുള്ള ഈ ദുർമൂർത്തികൾ എന്ന് പറഞ്ഞാൽ അതായത് മരിച്ചുപോയ ആത്മാക്കൾ മരിക്കുന്നില്ല, മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കൾ ആഗ്രഹം സാധിക്കാതെ മരിച്ചുപോയ ആളുകളുടെ, നേരത്തെ മരിച്ചു പ്രായമെത്താതെ അകാലമരണം സംഭവിച്ച് അവരുടെ ആത്മാക്കൾ ഇവിടെ അവരുടെ ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടി അവർ കാത്തുനിൽക്കും, പ്രവേശിക്കും. അപ്പോൾ അവരുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിൻ്റെ ശരീരത്ത് കൂടിയാൽ അത് ആ പെണ്ണിനെ പിഴപ്പിച്ച് വരെ കളയും. പല രീതിയിലും പിഴപ്പിച്ച് കളയും. അതുപോലെ തന്നെ അവർക്ക് അന്ന് നടക്കാത്ത കാര്യങ്ങൾ എന്താണോ അതൊക്കെ അവർ നടത്തിയെടുക്കാൻ വേണ്ടി നോക്കും. നോർമലി ഈ കുട്ടിയുടെ ആഗ്രഹങ്ങളൊന്നും ആയിരിക്കുകയല്ല അവിടെ നടക്കുന്നത്, മറ്റേ ആളുടെ ഈ കയറിയിരിക്കുന്ന ആളുടെ ആഗ്രഹങ്ങളായിരിക്കും അവിടെ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഇവിടെ ബാധിച്ചിട്ടുണ്ടെങ്കിലും കല്യാണം നടക്കാതെ വരാം, അല്ലെങ്കിൽ നടന്ന കല്യാണം
തല്ലിപ്പിരിഞ്ഞ് പോയെന്ന് വരാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. കൂടുതലും ഈ പെൺകുട്ടികളെയാണ് ഇങ്ങനെ ബാധിക്കുന്നതായിട്ട് തോന്നുന്നു. ആണുങ്ങളെയും ബാധിക്കും. ഉണ്ട് ആണുങ്ങളെ കൂടുതലായിട്ടും പെൺകുട്ടികൾ. കാരണം എന്ന് വെച്ചെന്നാൽ ഈ ടീനേജ് പ്രായത്തിൽ ഈ ആൺകുട്ടികൾക്ക് ഒരുവിധം ധൈര്യമുണ്ട്. പക്ഷേ ആൺകുട്ടികളെ ബാധിക്കുന്നത് അതുപോലുള്ള സ്ഥലങ്ങളിൽ കൂട്ടുകൂടി അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകും. അതായത് ആ നെഗറ്റീവ് ഉള്ള സ്ഥലം. അതിപ്പോൾ ഒരു ആറ്റിൽ കൂട്ടുകൂടി കുളിക്കാൻ വേണ്ടി പോവാം. ആ ആറ്റിൽ അങ്ങനെ ഒരു മരണപ്പെട്ട ഒരു അനുഭവം ഉണ്ടെങ്കിൽ ആ കൂട്ടുകൂടി കുളിക്കുന്നത് ചിലപ്പോൾ 10 പേര് കൂടിയായിരിക്കും. 10 പേര് കൂടി കുളിച്ചാലും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ ശരീരത്ത് കൂടിയെന്ന് വരും. അത് ഇവർക്കും മനസ്സിലാകത്തില്ല, ആ കൂടിയാക്കുന്ന ആൾക്കും മനസ്സിലാകത്തില്ല. ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇത് പുറത്ത് കാണാൻ തുടങ്ങുന്നത്. വെള്ളത്തിൽ കൂടെയും ഒക്കെ കയറാം അല്ലേ? വെള്ളമുണ്ടെങ്കിൽ മാത്രമേ കയറുള്ളൂ. വെള്ളമുള്ള സ്ഥലത്തുനിന്നേ കയറും, അല്ലാതെ കയറില്ല. ഒരു പ്രേതവും എവിടെ വെച്ചും കയറില്ല. വെള്ളം ഉള്ളിടത്ത് ഒരു ചിരട്ടയ്ക്കകത്തെങ്കിലും വെള്ളം ഉണ്ടായിരിക്കണം. വെള്ളം കെട്ടിക്കിടക്കുന്നിടം, അല്ലെങ്കിൽ കുളം, കിണർ, കണ്ടം, ആറിൻ്റെ സൈഡ്, ഇങ്ങനെയുള്ള സ്ഥലത്ത് വെച്ച് ഒരു വയൽ പോലുള്ള സ്ഥലം. വെള്ളത്തിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഒരാത്മാവും കയറില്ല. ഒരാത്മാവും കയറില്ല. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത് മാത്രമേ ഇത് സംഭവിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ വനമായിരിക്കും, ഉൾവനങ്ങളൊക്കെ ആയിരിക്കും, വനങ്ങളായിരിക്കും. അല്ലാതെ അതല്ല മല ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ അല്ലേ, ആരുമില്ല. അത് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങൾ. പക്ഷേ ഇത് കയറണമെങ്കിൽ ഇതുപോലെ ഇത്രയും വെള്ളമെങ്കിലും കാണും. കുറച്ച് വെള്ളമെങ്കിലും വേണം. വെള്ളം ഉള്ളിടത്ത് ഇത് അടിക്കത്തുള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്ത് കയറാൻ പറ്റത്തുള്ളൂ. അടിക്കും, പേടിപ്പിക്കും. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പേടിപ്പിക്കുന്നുള്ളൂ. ചില മരങ്ങളുള്ള സ്ഥലങ്ങൾ അങ്ങനെ ഉണ്ടാവും. അങ്ങനെയുണ്ട്. അങ്ങനെ തരത്തിലുള്ള മരങ്ങൾ ഉണ്ട്. അങ്ങനെയുള്ള മരങ്ങൾ, അതായത് അതാ ഞാൻ പറയാം, വനത്തിലൂടെ ചില മരത്തിന്റെ ചോട്ടിൽ കൂടെ പോകുമ്പോഴേ ഇതുണ്ടാകും, അടിക്കുള്ളൂ. അങ്ങനത്തെ മരങ്ങൾ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? 1-2 മരങ്ങൾ പറയുകയാണെങ്കിൽ ഈ ആര്യവേപ്പിന് അങ്ങനെ ഒരു പവറുണ്ട്. ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ആര്യവേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ദൈവീക ഒരു അനുഗ്രഹമുള്ളൊരു മരം. കാരണം വെച്ചാൽ നമ്മുടെ ഇവിടെയൊന്നും അങ്ങനെ, അതെ അരിവേപ്പ് നമ്മുടെ ഇവിടെയൊന്നും അങ്ങനെ വലിയ കൊള്ളില്ല. അതേസമയം തമിഴ്നാട്ടിൽ നമ്മൾ 2-3 പേര് പിടിച്ച് വട്ടം എത്തിയാത്ത സീസൺ ആര്യവേപ്പ്. അതവിടെ അങ്ങനെ നിലനിൽക്കാൻ കാര്യം അവരതിന് പട്ടു ഉടുപ്പിച്ച് അതിന് മഞ്ഞപ്പൊടിയും ചാർത്തി വിളക്കും കത്തിച്ച് അത്രയും ഭക്തിയോടുകൂടിയാണ് മരത്തിനെ അവർ കൊണ്ടതാണ്. കാരണം അത്രയും ഭക്തിയോടുകൂടി ആ മരം കൊണ്ടുപോയെങ്കിൽ മാത്രമേ ആകത്തുള്ളൂ. അപ്പം ഇങ്ങനെ കൂടുന്നവരുടെ ശരീരത്ത് ഈ ആര്യവേപ്പിൻ്റെ അടുത്തൊക്കെ വെച്ചാണ് വരുന്നതെങ്കിൽ അത് ചിലപ്പോൾ ഒരു നമ്മുടെ ഈ വസൂരി പോലെയൊക്കെ അനുഭവപ്പെട്ടെന്നും വരാം. ഈ ശരീരം കോമളയ്ക്കുന്ന രീതിയിൽ വസൂരി പോലെ തിരിച്ചറിയാൻ പറ്റുമല്ലോ. ഇപ്പം വഴിയാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളം വഴിയാണെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം വെള്ളം വഴിയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ സയൻസ് അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഈ ആത്മാവ് കൂടുന്നത്? വെള്ളം വഴിയാണെങ്കിൽ, അതായത് ഇപ്പം അഗ്നിയിൽ വെന്ത് എരിഞ്ഞ്, അതായത് തീ കൊളുത്തിയോ അല്ലെങ്കിൽ തീയിൽപ്പെട്ടോ മരണപ്പെട്ട ഒരാത്മാവാണെങ്കിൽ ആ ആൾ എപ്പോഴും കുളിക്കണം. എപ്പോഴും കുളിക്കണം എന്ന് പറഞ്ഞാൽ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടിരിക്കണം. ശരീരത്തെ തണുക്കാൻ ചൂടായിട്ട് തോന്നും. അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ പെട്ട ആളാണെങ്കിൽ ഈ എപ്പോഴും ഇല്ല, ചില സമയങ്ങളിൽ, അതായത് മൂർച്ഛിച്ച് നിൽക്കുന്ന സമയത്ത് ഈ നമ്മളിങ്ങനെ ഈ മേളിലോട്ട് നോക്കി ഇങ്ങനെ മുങ്ങിപ്പോകത്തില്ലേ, വെള്ളത്തിലോട്ട് മുങ്ങിപ്പോകുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ കാണിക്കും. അതുപോലെ തൂങ്ങിച്ചത്തതാണെങ്കിൽ ഇങ്ങനെ തലചരിച്ച് ഇട്ട് ഒരു കിടപ്പോ നിപ്പോ ഇരിപ്പോ എങ്ങനെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ തൂങ്ങി മരിച്ച ആത്മ ആ ഒരു രീതിയിലൊക്കെ ഉള്ള ചെറിയ ഇപ്പം ഈ കൈയൊക്കെ മുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലോ, ആത്മഹത്യ ചെയ്യുന്നവരുണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ അപകടകാരികളായിരിക്കും. ഒന്നെങ്കിൽ അവരെപ്പോഴും കത്തിയെടുക്കുന്നവരായിരിക്കും. എപ്പോഴും അവർ കത്തിയെടുക്കുന്നവർ. ഒന്നെങ്കിൽ അവരുടെ ശരീരം മുറിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശരീരം മുറിവേൽപ്പിക്കുക. ഇതാണ് അവരുടെ ഒരു തിയറി. കാരണം അവർക്ക് ചോരയാണ്. അവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ചോരയാണ് ആവശ്യം. അപ്പം ഒന്നെങ്കിൽ നമ്മുടെ ആരെങ്കിലും ശരീരം മുറിവേൽപ്പിക്കാവോ നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ സ്വന്തം ശരീരമെങ്കിലും മുറിവേൽപ്പിക്കുക. അതുപോലെ വണ്ടി തട്ടിയോ അങ്ങനെ അപകട മരണമാണെങ്കിൽ അതിനൊക്കെ ഉണ്ടാകും. അത് എല്ലാത്തിനും അതിനായിട്ടുള്ള ഒരു വ്യത്യാസം നമ്മളെ കാണിക്കും. പക്ഷെ അതിനൊക്കെ ഉപരി ഞാനിത് കണ്ടുപിടിക്കുന്ന ഇത് നോക്കിയല്ല. എനിക്ക് സിനിമ കാണുന്ന പോലെ എനിക്ക് കാണിച്ചു തരും. എൻ്റെ പാരമ്പര്യത്തിന്റെ ഗുണമാണ്. അതായത് എൻ്റെ കഴിവല്ല, ഉപാസനമൂർത്തിയുടെ പവർ ആയിരിക്കാം. അല്ലെങ്കിൽ ആ വ്യക്തി വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു ചിത്രം കാണുന്ന പോലെ ഇങ്ങനെ, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരാളിപ്പോൾ എന്നെ സമീപിക്കുവാണ്. അപ്പം എന്നെ സമീപിച്ചിരിക്കുന്ന അയാളുടെ കാര്യങ്ങൾ എന്നോട് നുണയാണ് വന്ന് പറയുന്നതെങ്കിലും സത്യം എനിക്ക് കാണിച്ചു തരും.
എന്നോടിപ്പോൾ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി വരുന്ന ആളാണെങ്കിലും സത്യം എനിക്ക് കാണിച്ചു തരും. പക്ഷേ അയാൾ പറയുന്ന നുണയൊക്കെ നമ്മൾ കേട്ട് അംഗീകരിച്ചിട്ട് നമ്മൾ ഒന്നെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള മറുപടിയൊക്കെ പറഞ്ഞു വിടും. ഇവൻ നമ്മളോട് പറയുന്ന നുണയാണെന്ന് വ്യക്തമാവുകയാണ്. കാരണം നമ്മൾ അവനെ സത്യസന്ധനാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കത്തില്ല. കാരണം നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കണം. അതുകൊണ്ട് നമ്മൾ അവനെ സത്യസന്ധനാക്കാൻ വേണ്ടി ശ്രമിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ വന്നിരിക്കുന്ന വ്യക്തി ആരാണെന്നും എന്താണെന്നും അയാൾക്ക് സംഭവിച്ചത് എന്തായിരിക്കും നമ്മൾ അങ്ങോട്ട് പറയും. അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അയാൾക്ക് വേണ്ടി ഒരു പ്രത്യേക ചാർട്ട് എഴുതി നിങ്ങൾ ഇന്നടത്ത് പോയി ഇന്ന ആളെ കാണണം, ഇന്ന കർമ്മങ്ങൾ ചെയ്യണം, അല്ല ഇന്ന പൂജകൾ ചെയ്യണം, ഇന്ന വഴിപാട് നടത്തണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആർക്കും ഒരു ചാർട്ട് എഴുതി കൊടുക്കാറില്ല, കൊടുക്കത്തില്ല. ഞാൻ രോഗം കണ്ടുപിടിച്ചതാണെങ്കിൽ ചികിത്സിക്കുന്ന ആൾ ഞാൻ തന്നെയായിരിക്കും. വേറെ ആരും ഏൽപ്പിക്കത്തില്ല. എൻ്റെ അടുത്ത് ഞാൻ പറയുന്ന രീതിയിൽ കേട്ട് നിന്നാൽ അയാൾക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. അത് നമ്മൾ 90 ദിവസമാണ് നമ്മുടെ അവധി. ചെയ്യുന്ന അന്ന് തൊട്ട് 90 ദിവസത്തിനുള്ളിൽ അവരുടെ കാര്യങ്ങൾ നടക്കും. 91ാമത്തെ ദിവസം ഒന്നും പറഞ്ഞൊരു ദിവസമൊന്നുമില്ല. അങ്ങനെ ഒരു കാര്യം പറ്റുന്ന കാര്യം ഏൽക്കത്തുള്ളൂ. പറ്റുന്ന കാര്യം ഏൽക്കുന്ന കാര്യം ചെയ്യും. അല്ലാതെ നമ്മൾ ഞാൻ അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം, അങ്ങനെ ചെയ്തു തരാം. അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോൾ സമീപിക്കുകയാണ്. ഇപ്പം അന്യൻ്റെ ഒരു ഭാര്യനെ എനിക്ക് ഒരു പെണ്ണിനെ എനിക്ക് വശം ചെയ്യാൻ പറ്റുമോ? എനിക്ക് പറ്റത്തില്ല. അത് എത്ര കോടി തന്നാലും പറ്റത്തില്ല. അങ്ങനത്തുള്ള കാര്യങ്ങളാണ് ഞാൻ ഒഴിവാക്കി വിടാറുള്ളത്. അല്ല, അങ്ങനെ വന്നിരിക്കുന്നതാണ് നമ്മൾ ഒഴിവാക്കി വിടുന്നത്. കാരണം വെച്ചെന്നാൽ ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമായിരിക്കും അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ വേറെ പിരിഞ്ഞ് വർഷങ്ങളായിട്ട് നിൽക്കുന്നത്. അവരെയൊക്കെ നിസ്സാര ദിവസം കൊണ്ട് നമ്മൾ കൂട്ടി ഇണക്കിയിരിക്കും. കാരണം വർഷങ്ങളായിട്ട് മാറി വന്ന ഒരുപാട് കേസ് തുള്ളിക്കൊണ്ട് വരും, വീട്ടിൽ വരും. എത്ര വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ തുള്ളിക്കൊണ്ട് വീട്ടിൽ വരും. നമ്മളവിടം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോകേണ്ടി വരും. അതല്ലെങ്കിൽ അതുപോലുള്ള കർമ്മം നമ്മളവിടെ ചെയ്യേണ്ടി വരും. പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല. അവിടെ അവരെ നിർത്തൂല. പിന്നെ അത് എത്രയും പെട്ടെന്ന് ഇവിടെ വരും. ഇവർ തമ്മിൽ ചർച്ചയായി കാര്യങ്ങളൊക്കെ ആയി പിന്നെ മുന്നോട്ടങ്ങ് പോകത്തേ ഉള്ളൂ. അത് അത്രേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഒരാളുടെ കാര്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരാൾക്ക് എനിക്ക് മറ്റേ അങ്ങനെ ചെയ്യാവോ, അല്ലെങ്കിൽ അവനെ ഇങ്ങനെ ചെയ്യാവോ, എൻ്റെ അയൽവക്കത്ത് ഒരുത്തനുണ്ട്, അവൻ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് അവനെ കളയണം, അവനെ തീർക്കണം, അല്ലെങ്കിൽ അവനെ ഒന്ന് കിടത്താവോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വരുന്ന ഒരുപാട് കേസുണ്ട്. നമ്മളിതൊന്നും അറ്റൻഡ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അത് ഞാൻ നോക്കാം. ഇത് ഈ വരുന്ന ആളെ ഇപ്പം വരുന്ന ആൾ അപ്പം താങ്കൾ ചിത്രം പോലെ കണ്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പം ഇവർക്ക് വേണ്ടിയുള്ള പരിഹാരം ചെയ്യുന്നതിന് പർട്ടിക്കുലർ ഏതെങ്കിലും പ്രത്യേക സമയമുണ്ടോ, അല്ലെങ്കിൽ ഇന്ന ദിവസം ചെയ്യണമെന്നുണ്ടോ, അതോ താങ്കൾക്ക് ഇഷ്ടമുള്ളൊരു സമയത്ത് ചെയ്യാണോ, അത് അവരെ നിർത്തിക്കൊണ്ടാണോ ചെയ്യുന്നത്, പറഞ്ഞു വിട്ടതിന് ശേഷമാണോ? അത് ഞാൻ പറയാം. അതായത് ഇപ്പം നമ്മളൊരു ആളിനെ നമ്മൾ വന്നു കണ്ടു, ഞാൻ അയാളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും അയാളോട് നമ്മൾ ചോദിക്കുക, ഇന്നതാണ് നിങ്ങളുടെ പ്രശ്നം, ഈ പ്രശ്നത്തിനെ അതിജീവിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് ഞാൻ തന്നെയായിരിക്കും ചെയ്യുന്നത്, അത് ഞാൻ പറയും. അപ്പം ഉണ്ട് എന്ന് പറയുവാണെങ്കിൽ പിന്നെയാണ് നമ്മൾ അതിനു വേണ്ടിയുള്ള ചികിത്സ തേടുന്നത്. ആ ചികിത്സ തേടുന്നത് ഒരു പക്ഷേങ്കിൽ അവരുടെ കാര്യം കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ തീരുമായിരിക്കും. നോക്കും ഞാൻ ആദ്യം. കൊടുങ്ങല്ലൂർ ചെയ്താൽ തീരുമോ? ഇല്ല. ഓണേ വള്ളിയാങ്കാവ് ചെയ്താൽ തീരുമോ? ഇല്ല. ഓണേ നമ്മൾ അടുത്ത സ്ഥലം നോക്കുക. ഇപ്പം കാഞ്ഞിരമറ്റം മുസ്ലിം പള്ളിയാണ്, അവിടെ ചെയ്താൽ തീരുമോ? ഇല്ല. ഏർവാടി ചെയ്താൽ തീരുമോ? ഇല്ല. കടമറ്റത്ത് ചെയ്താൽ തീരുമോ? തീരും. അപ്പം എവിടെ കണക്ക് കിട്ടുന്നു അവിടെയായിരിക്കും നമ്മൾ കർമ്മം ചെയ്യുന്നത്. അത് നമുക്ക് ദ്രാവിഡ ജ്യോതിഷത്തിലൂടെ ഉള്ള കണക്കെന്ന് പറയുന്നത് രാശി 12 ഉള്ളൂ. അതാരെല്ലാം നോക്കിയാലും എവിടെയെല്ലാം നോക്കിയാലും എങ്ങനെയെല്ലാം നോക്കിയാലും രാശി 12 രാശിയുള്ളൂ. 12 രാശിക്കേ കണക്കുള്ളൂ. അപ്പോൾ ഈ 12 രാശി എന്ന് പറയുന്നത് അത് നമ്മളിപ്പം ഈ ജ്യോത്സ്യന്മാരൊക്കെ നോക്കുന്നത് പളുങ്ക് വാരിയാണ് നോക്കുന്നത്. പളുങ്കെന്നാണ് പറയുന്നത്. ഈ ചെറിയ കവടി ഈ ഒരു ഇങ്ങനെ ഉരുട്ടി വാരിയെടുക്കുന്നത് അത് പളുങ്കെന്നാണ് പറയുന്നത്. അപ്പം അത് വാരി വെച്ചാലും 12 രാശിക്കാണ് കണക്ക്. നെല്ല് വാരി വെച്ചാലും 12 രാശി കണക്ക്. മഞ്ചാടിക്കൂരി വാരി വെച്ചാലും 12 രാശി കണക്ക്. ഇപ്പം മുറ്റത്ത് കിടക്കുന്ന കുറച്ച് ചരൽ വാരി വെച്ചാലും ആ ചരൽ നമ്മൾ എണ്ണി നോക്കിയിട്ട് ആ കണക്കാണ് നമ്മളവിടെ ഇടുന്നത്. ഒരു പുല്ല് കറക്കിയിട്ടാലും ഒരു തീപ്പെട്ടിക്കമ്പ് കറക്കിയിട്ടാലും ഒരു ഇല പറിച്ച് കറക്കിയിട്ടാലും രാശി 12 ഉള്ളൂ. അപ്പോൾ ഈ 12 രാശിയിൽ കണക്കുണ്ട്. പിന്നെ അതിൻ്റെ പെരുക്കങ്ങളാണ്. ഈ രാശി 12 കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പെരുക്കങ്ങളാണ്. അതാണ് നമ്മൾ തേടുന്നത്. ഇതിപ്പോൾ ഒരാൾ നമ്മളെ തേടി വരുമ്പോഴത്തേനും അയാളോട് നമ്മൾ പറയുകയാണ്, മിക്ക ജ്യോത്സ്യന്മാരും പറയുന്ന, നിങ്ങൾക്ക് ശത്രുവുണ്ട് കേട്ടോ. ശത്രു ഇല്ലാത്തവരാരാ ഉള്ളത്? ശത്രുദോഷം ഉണ്ടെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ശത്രുദോഷമുണ്ട്. പക്ഷെ ഞാനതല്ല. നിങ്ങൾക്ക് ശത്രു ഉണ്ടെന്ന് തന്നെയല്ല, അതാരാണ് ശത്രു, എന്തിനു വേണ്ടി ശത്രുവായി, ഏത് വർഷം, എപ്പോൾ നിങ്ങൾക്ക് ശത്രുവായി, എന്ത് കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് അയാൾ ശത്രുവായി, അത് നിങ്ങളുമായിട്ടുള്ള ബന്ധം
എന്താണ്, അമ്മയുടെ സ്ഥാനത്തുള്ള ആളാണോ, അപ്പൻ്റെ സ്ഥാനത്തുള്ള ആളാണോ, ജ്യേഷ്ഠൻ്റെ സ്ഥാനത്തുള്ള ആളാണോ, ചിലപ്പോൾ ഇതൊന്നും അല്ലായിരിക്കും, ഒന്നും ആയിരിക്കില്ല, സഹോദരനായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പുറത്തുള്ള ആളായിരിക്കാം, അതിന് മുൻജന്മ കർമ്മദോഷം കൊണ്ട് വന്നു അങ്ങനെയും വരാം. അപ്പോൾ ഇതാരാണ് നിങ്ങളുടെ ശത്രു എന്നും നമ്മൾ പറഞ്ഞു കൊടുക്കും. അല്ല നമ്മൾ ചുമ്മാ ഒരു ജ്യോത്സ്യം പറയുന്ന പോലെ നമ്മൾ നിങ്ങൾക്ക് ശത്രു ഉണ്ടോ, നിങ്ങൾക്ക് ശത്രുദോഷമുണ്ട്, അതുകൊണ്ട് ശത്രുദോഷം നിങ്ങൾ മാറ്റണം എന്ന് പറയുമല്ല. ആ ശത്രു എങ്ങനെ ഉണ്ടായി, എന്തിനു വേണ്ടി ഉണ്ടായി, എന്നുണ്ടായി, നമ്മളത് അത്രയും വ്യക്തമാക്കി പറയും. അന്നേരം അവർക്ക് മനസ്സിലാവും, ശരിയാണ്, ഇന്ന സമയത്ത് ഭൂമിയുടെ കാര്യത്തിന് വേണ്ടി തർക്കം ഉണ്ടായിരുന്നു, അത് ഇന്ന പോലെ ഇന്നാളുടെ പേര് വരെ പറഞ്ഞു കൊടുക്കും, പേര് ആളിൻ്റെ അടയാളം പറഞ്ഞു കൊടുക്കും. ആളിൻ്റെ അടയാളം പേര് പറയില്ല. പക്ഷേ കടമറ്റത്ത് ഞാൻ ഒരിക്കലും ഒരു കർമ്മം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരാളുടെ പരിചയമില്ലാത്ത ഒരാൾ അവിടെ ജസ്റ്റ് തിരികെത്തിക്കാം, നിങ്ങളുടെ പേര് എന്നാണോ ചോദിച്ചു. ഞാൻ അന്നേരം കോഴി വെട്ടി ഒരു കർമ്മം കഴിഞ്ഞ് നിൽക്കുവാണ്. അന്നേരം ദേവത പോയിട്ടില്ല, വിളിച്ചതാത്ത ദേവതയൊന്നും പോയിട്ടില്ല. അന്നേരമാണ് അയാൾ തിരികെ, എനിക്കറിയത്തില്ലാത്ത ആളാണ്. അയാൾ വന്നു, തിരി കത്തിച്ച് അങ്ങോട്ട് പോകാൻ നേരത്തിന് ഞാൻ ചേട്ടൻ്റെ പേര് ബേബി എന്നാണ് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പേര് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാവത്തിൽ അടയാളങ്ങളാണ് കൂടുതലും പറയുന്നത്. സ്ത്രീയാണോ പുരുഷനാണോ, ചുരുള മുടിയാണോ, നെറ്റി എങ്ങനെയാണ്, നടക്കുന്നത് എങ്ങനെയാണ്, ഇരിപ്പ് എങ്ങനെയാണ്, മൂക്ക് എങ്ങനെയാണ്, നമ്മളാ രൂപം പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആളെ മനസ്സിലാവുമല്ലോ, പെട്ടെന്ന് മനസ്സിലാവും. ഇന്നയാളാണ്, അത് നിങ്ങൾക്ക് അമ്മയുടെ സ്ഥാനത്ത് വരുന്ന ആളാണ്, അതെ അത് അപ്പൻ്റെ അനിയൻ്റെ ഭാര്യ എന്നവരിങ്ങോട്ട് പറയും. മനസ്സിലായില്ലേ? നമ്മളെ ആളുടെ വ്യക്തമായിട്ട് അമ്മയുടെ സാന്നിധ്യമുള്ള ആളെന്ന് പറയുമ്പോഴത്തേനും അത് കൊച്ചമ്മയാണല്ലോ. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവർക്ക് ഒരു പ്രത്യേക വൈരാഗ്യം, ചില കാര്യങ്ങളെ പറയത്തുള്ളൂ, ചിലരോട് ചില കാര്യങ്ങൾ പറയേണ്ടതേ പറയത്തുള്ളൂ, ചില കാര്യങ്ങൾ ഞാൻ പറയത്തില്ല. കാരണം അത് ഒരു വഴക്കിന് വലിയ ഇതായിരിക്കും. കാരണം നീ അങ്ങനെ ചെയ്തതിൻ്റെ ഇങ്ങനെ, അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വയ്ക്കും. കാരണം വെച്ചാൽ നമുക്കൊരാളിനെ കാണുമ്പോൾ അറിയാം ഇയാൾ കുഴപ്പക്കാരനാണോ അല്ലോ. കുഴപ്പക്കാരനല്ലെങ്കിൽ നമ്മൾ ചിലരുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. ചിലരുടെ കാര്യങ്ങൾ അത് നിങ്ങൾ അറിയണ്ട, നിങ്ങളുടെ കാര്യം തീർന്നാൽ പോരെ, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം നടന്നാൽ പോരെ എന്ന് പറയുന്നത് ഞാൻ ആ അധ്യായം അടയ്ക്കും. നിങ്ങളോട് ഞാൻ പറയത്തില്ല, നിങ്ങളിത് അറിഞ്ഞിട്ടേ നിങ്ങൾ ചെയ്യത്തുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാനും പോകണില്ല, ഞാനോട്ട് ചെയ്യാനും പോകില്ല, നിങ്ങളുടെ പണിയൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒഴിവാക്കി കൊടുത്തുള്ളൂ. അങ്ങനെ നമ്മൾ നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് ഒരു കാര്യം പറയിപ്പിക്കത്തില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് അംഗീകരിക്കാൻ സമ്മതമാണോ, നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം മാത്രമേ പറയത്തുള്ളൂ, അവരുടെ ജീവിതത്തിൽ അനുഭവം വന്ന കാര്യങ്ങളെ പറയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അവരതിനെ അംഗീകരിച്ചാൽ നമ്മൾ പിന്നെ അതിന് വേണ്ടിയുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചു, നമ്മൾ അതിനുള്ള വേണ്ടിയുള്ള കർമ്മം ചെയ്യണം. ആ കർമ്മത്തിങ്കൽ ആൾ നമ്മുടെ കൂടെ വരണം, ആരാണേലും. ഇപ്പം ഗൾഫിൽ കിടക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന മകൾക്ക് വേണ്ടി ആണ് കർമ്മം ചെയ്യുന്നത്. അവർക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ജോലിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമേരിക്കയിൽ നാളെ ഇവിടെ വരേണ്ട കാര്യമില്ല. ആ കുട്ടിയുടെ അമ്മയോ അപ്പനോ ആരെങ്കിലും ഇവിടെ നമ്മുടെ കൂടെ വരണം. ഒരാൾ നമുക്ക് വേണം. ഏതാ അത് കൂട്ടുകാരിയാണേലും കൊള്ളാം, കൂട്ടുകാരനാണേലും കൊള്ളാം, മതി. പക്ഷെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കണം. ഒരു ദോഷവുമില്ല. കാരണം നമ്മളൊരാളുടെ കാര്യം ചെയ്യുമ്പം നമ്മൾ എൻ്റെ കുടുംബം, ഞാൻ എൻ്റെ കുടുംബം, എൻ്റെ വണ്ടി, എൻ്റെ വീട്ടിലുള്ള പക്ഷി മൃഗങ്ങൾ, കോർത്തി കിടക്കുന്ന മീനിനെ വരെ കാവൽ കെട്ടി വെച്ച് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെയും കുടുംബവും അവരുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും കൂടെ കാവൽ കെട്ടിയതിന് ശേഷം മാത്രമേ കർമ്മം ആരംഭിക്കത്തുള്ളൂ, നമ്മൾ കർമ്മം ചെയ്യത്തുള്ളൂ. കാവൽ കെട്ടി എനിക്ക് ഉറപ്പ് വന്ന് അല്ലെങ്കിൽ ഇത് മായമാണ്. ഇതെല്ലാം മായമാണ്. നമ്മുടെ നമ്മുടെ ഈ നഗ്നനേത്രങ്ങൾ കാണാൻ പറ്റുന്ന സാധനങ്ങളൊന്നുമല്ല, മായങ്ങളാണ്. ഇത് വിട്ടാൽ കൈവിട്ട ആയുധം തന്നെയാണ്. ചെന്ന് കയറും, അത് കയറുമെന്ന് പറഞ്ഞാൽ കയറും. അത് എങ്ങനെ കയറും, എവിടെ കയറുമെന്നൊന്നും പറയാൻ പറ്റില്ല, ചെന്ന് കയറും. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും വിളിച്ച് കാവൽ ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ കർമ്മം ആരംഭിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരാളുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്.